ഒസാക്ക ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഒസാക്ക ഗ്രൂപ്പിൻ്റെ വൺ ഓഫ് ദി വെർട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള ഒസാക്ക എയർ ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ട് പ്രോഡക്റ്റാണ് ചെയ്യുന്നത്. ഒന്ന് എയർ ടിക്കറ്റ്, രണ്ട് ഫോറിൻ എക്സ്ചേഞ്ച്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ഇന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് സീനിയർ മാനേജറായിട്ടുള്ള മിസ്റ്റർ പ്രസൂൺ ആണ് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത്. ഹലോ എവരിവൺ. സ്വാഗതം പ്രസൂൺ. താങ്ക് യു സർ. ഈ ട്രാവൽ കാർഡും ഫോറക്സ് കാർഡും എന്ന് പറയുന്ന രണ്ട് കാർഡുകളെ പറ്റി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ട്രാവൽ കാർഡും ഫോറക്സ് കാർഡും ഒന്ന് തന്നെയാണോ അതോ വ്യത്യസ്തമായ ഒന്നാണോ? യെസ്, ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തീർച്ചയായിട്ടും ഫോറസ്റ്റ് കാർഡ് ആൻഡ് ട്രാവൽ കാർഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതിന് രണ്ട് പേരിൽ അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ. അത് ആക്ച്വലി ഒരു നമ്മളിവിടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഡെബിറ്റ് കാർഡ് പോലെ തന്നെയുള്ള ഒരു ATM ഡെബിറ്റ് കാർഡ് പോലെ തന്നെയുള്ള ഒരു കാർഡാണ് ഫോറസ്റ്റ് കാർഡ്. അപ്പോൾ നമ്മളൊരു ഫോറിൻ ട്രാവൽ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫോറിൻ കറൻസിയുടെ റിക്വയർമെന്റ് ഉണ്ട്. ഈ ഫോറിൻ കറൻസിക്ക് നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഫോറിൻ കറൻസി നമുക്ക് ക്യാരി ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് ട്രാവൽ കാർഡ് എന്നുള്ളത്. അപ്പോൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഫോറിൻ കറൻസി കൊണ്ടുപോകുമ്പോൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുണ്ട്. ഇന്ന് വേൾഡ് മൊത്തം ഒരു ഡിജിറ്റലൈസേഷൻ വേൾഡിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ട്രാവൽ കാർഡിൻ്റെ ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സ്പേസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ കറൻസി ക്യാരി ചെയ്യുന്ന റിസ്ക് നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, നമുക്ക് പുറം രാജ്യത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതരം സ്വൈപ്പിംഗ് പേയ്മെന്റുകൾ എല്ലാം ഈ കാർഡ് മുഖേന നമുക്ക് ചെയ്യാം. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ വേണമെങ്കിൽ സ്വാപ്പ് ചെയ്യാം, പബ്ലിക്കായിട്ടുള്ള ബോർഡുകളിൽ ചെയ്യാം, ഈവൻ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ്, ടാക്സി, എനി ടൈപ്പ് ഓഫ് ലോക്കൽ പർച്ചേസ് എനിവെയർ വി ക്യാൻ യൂട്ടിലൈസ് ദിസ് കാർഡ്. തീർച്ചയായിട്ടും. ഓക്കെ, അത് ഇതേപോലെ തന്നെ നമ്മളിവിടെ സ്വാപ്പിംഗ് ചെയ്യുന്ന പോലെയാണോ അതേ വേറെ എന്തെങ്കിലും സിസ്റ്റം ആണോ? ആക്ച്വലി ഇതിന് ചിപ്പ് ബേസ്ഡും പിന്നെ അതുപോലെ തന്നെ കോൺടാക്ട്ലെസ് കാർഡുകളും ഇപ്പോൾ നിലവിലുണ്ട്. ടു ടൈപ്സ് ഓഫ് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാർഡുകളും ഇപ്പോൾ ചിപ്പ് ആൻഡ് കോൺടാക്ട്ലെസ് ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ഫോറിൻ രാജ്യങ്ങളാണെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ്, ഇപ്പോൾ ചിപ്പ് ബേസ്ഡ് കാർഡുകൾ വളരെ കുറവാണ്. സോ ഈ ഒരു അഡ്വാൻസ് ടെക്നോളജി ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പൊതുവെ നമുക്ക് പാസഞ്ചേഴ്സിനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഇപ്പം നോർമലുള്ള ഒരു പാസഞ്ചർ, ചിലപ്പോൾ അയാളൊരു വിസിറ്റ് ആയിരിക്കാം, ടൂറിസ്റ്റ് ആയിരിക്കാം, ഇങ്ങനെ പോകുന്നൊരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിയാണ് സ്റ്റുഡൻറ് കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറിയാണ് ബിസിനസ് പീപ്പിൾ, അതേപോലെ തന്നെ ഓഫീസേഴ്സ്. അവരുടെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള അഡ്മിൻ ലെവലിലുള്ള ചില യാത്രകൾ. അങ്ങനെ മൂന്ന് വിഭാഗമായിട്ട് നമുക്കൊരു കോമൺ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരു കോമൺ മാൻ ഒരു ടൂറിസ്റ്റ് വിസിറ്റായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ട്രാവൽ കാർഡിന് എത്ര എമൗണ്ട് നമുക്ക് ഈ ട്രാവൽ കാർഡിൽ ലോഡ് ചെയ്ത് കൊണ്ടുപോകാം? തീർച്ചയായിട്ടും സാർ, അതിൽ നമുക്ക് ഇപ്പോൾ സാർ പറഞ്ഞ ഒരു കാറ്റഗറീസ് ഉണ്ടല്ലോ. ഈ കാറ്റഗറി ഏത് കാറ്റഗറി ആണെങ്കിൽ കൂടിയും നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റൂൾ പ്രകാരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളത് ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് അവർ ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് $2.5 ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാക്സിമം 365 ഡേയ്സിൽ 1 ഇയറിൽ നമുക്ക് 2.5 lakhs ഓഫ് US ഡോളറിന് ഈക്വൽ ആയിട്ടുള്ള എനി കറൻസി വി ക്യാൻ ഹോൾഡ് ത്രൂ ദിസ് ട്രാവൽ കാർഡ്. എക്സാക്ട്ലി. അത് നമുക്ക് എത്ര ട്രാവൽ ആണെങ്കിലും നമുക്കത് പ്രോബ്ലം ഇല്ല. മൾട്ടിപ്പിൾ ട്രാവൽസ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷെ മാക്സിമം ലിമിറ്റ് എന്നുള്ളത് നമ്മൾ ക്രോസ് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ. ഈ കേസിൽ സപ്പോസ് ഒരു കമ്പനിയുടെ മീൻസ് MD ആണ് അല്ലെങ്കിൽ ചെയർമാൻ ആണ്, അങ്ങനെയുള്ള കേസിൽ ഈ BTQ അല്ലാതെ ലേംസ് എന്ന് പറയുന്ന ഒരു കേസിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഈ ക്വാണ്ടം ഓഫ് കറൻസിക്ക്? ആക്ച്വലി ട്രാവൽ കാർഡിന്റെ കേസിൽ ഇതിൽ വേറെ ചേഞ്ചസ് വരുന്നില്ല. ബോത്ത് കാറ്റഗറി ദ സെയിം. ബട്ട് കറൻസിയുടെ കേസിലാണ് ഇങ്ങനെ വരുന്ന കേസിൽ കുറച്ചുകൂടി നമുക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. RBI റൂൾ. ഇപ്പോൾ നോർമൽ ട്രാവൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാവൽ കാർഡ് എടുക്കാൻ, ഇപ്പോൾ പ്രസൂൺ ഒസാക്ക ഗ്രൂപ്പിൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡിവിഷനിലെ ഒരു മേധാവി എന്ന നിലയിൽ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ഇവരിൽ നിന്ന് വേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ നോർമൽ ട്രാവൽ ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെന്റ്സ് തന്നെയാണ് ബേസിക്കലി വേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാസ്പോർട്ട്, വിസ, ടിക്കറ്റ്. അതിന് പുറമേ നമുക്ക് വേണ്ടത് പാൻ കാർഡും ആധാർ കാർഡും കൂടിയാണ്. പിന്നെ സ്റ്റുഡൻസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ ഓഫർ ലെറ്റർ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ MD അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഇവരൊക്കെ പോവുകയാണെങ്കിലോ?
തീർച്ചയായിട്ടും. അപ്പോൾ കമ്പനി ഡയറക്ടേഴ്സ് ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഈ സെയിം പാറ്റേൺ ഓഫ് ഡോക്യുമെന്റ്സ് തന്നെയാണ് വേണ്ടത്. പിന്നെ സാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാവൽ കാർഡ് അല്ലാതെ കറൻസിയാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കറൻസി നമുക്ക് ക്യാരി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ബേസിക് ഡോക്യുമെന്റ്സ് നോടി നമുക്ക് ഓക്കെ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കസ്റ്റമർ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത് ഈ 3 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള റിക്വയർമെന്റിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് തന്നാൽ എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ദ വെരി സെയിം ഡേ തന്നെ നമുക്കൊരു 1 hourനുള്ളിൽ തന്നെ നമുക്ക് കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്ലയന്റ് നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടുവരികയാണെങ്കിൽ ആ സെയിം ഡേ ആ ഒരു 1 hourനുള്ളിൽ തന്നെ കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ആ സെയിം ഡേ തന്നെ നമുക്ക് ലോഡിംഗ് പ്രോസസ്സും ചെയ്യാനായിട്ട് ഇന്ന് സാധിക്കും. ഓക്കെ ഓക്കെ. അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പാസഞ്ചർ ദുബായിക്ക് പോകുന്നു, വേറൊരു പാസഞ്ചർ UK പോകുന്നു, മറ്റൊരു പാസഞ്ചർ ഓസ്ട്രേലിയക്ക് പോകുന്നു, വേറൊരു പാസഞ്ചർ USA പോകുന്നു, മറ്റൊരു പാസഞ്ചർ സിംഗപ്പൂർ പോകുന്നു. അപ്പോൾ ഇതിന് എല്ലാം ഒറ്റ കറൻസിയാണോ അത് മൾട്ടിപ്പിൾ കറൻസിയുടെ ഫീഡിങ് ഉണ്ടോ കാർഡിൽ? തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമ്മൾ ട്രാവൽ കാർഡിനെ 2 കാറ്റഗറി ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. സിംഗിൾ കറൻസി ആൻഡ് മൾട്ടി കറൻസി കാർഡ് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഒരു ട്രാവൽ മാത്രമാണ് ഉള്ളതെങ്കിൽ ഒരു കൺട്രിയിലേക്ക് പെർട്ടിക്കുലർ കൺട്രിയിലേക്ക് മാത്രമാണ് പോകുന്നതെങ്കിൽ സിംഗിൾ കറൻസി കാർഡാണ് നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ. അതിൽ ആ പെർട്ടിക്കുലർ കൺട്രിയുടെ കറൻസി മാത്രം നമുക്ക് ലോഡ് ചെയ്യാം. ഓക്കെ. ബട്ട് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ട്രാവൽ പല കൺട്രിയിലോട്ട് ട്രാവൽ ഉണ്ടെങ്കിൽ മൾട്ടി കറൻസി കാർഡ് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ പൊതുവെ നമുക്ക് മൾട്ടി കറൻസി ഇപ്പോൾ ഒരു 5 കൺട്രി പോകണമെങ്കിൽ 5 കൺട്രിയുടെ കറൻസി ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റേഷൻ ഇതിലുണ്ട്. സിംഗിൾ കാർഡിൽ നമുക്ക് സെയിം സിംഗിൾ കാർഡിൽ തന്നെ 5 or 6 കൺട്രിയുടെ ഈവൻ 10 രാജ്യങ്ങളുടെ വരെ നമുക്ക് ഇന്ന് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട്. പൊതുവെ കസ്റ്റമേഴ്സിൻ്റെ ഒരു കൺഫ്യൂഷനാണ്, ഞാൻ പോകുമ്പോൾ കറൻസി കൊണ്ടുപോകണോ ട്രാവൽ കാർഡ് കൊണ്ടുപോകണോ? പക്ഷേ ട്രാവൽ കാർഡ് അവിടെ ചെല്ലുമ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ഫീ വളരെ കൂടുതലും ആകുമോ? അത് കറൻസി കൊണ്ടുപോകുന്നതാണോ ലാഭം, കാർഡ് കൊണ്ടുപോകുന്നതാണോ ലാഭം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. ഇതിലെന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രാവൽ കാർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പേയ്മെന്റുകളും നമ്മൾ പറഞ്ഞല്ലോ സ്വൈപ്പിംഗ് പേയ്മെന്റ്സ് എല്ലാം ഫ്രീ ആണ്. ബട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ATM നിന്ന് കറൻസി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ കറൻസി വിഡ്രോവലിന് ചാർജബിൾ ആണ് ട്രാവൽ കാർഡിനെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു സ്പേസിൽ മാത്രമാണ് നമുക്കൊരു എക്സ്ട്രാ കോസ്റ്റ് വരുന്നത്. അല്ലാതെ ഒരു നോർമൽ കേസിൽ നമ്മൾ പർച്ചേസിങ്ങോ ദാറ്റ് ഷോപ്പിങ്ങോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനോ ടാക്സി വിളിക്കുന്നതിനോ സ്വാപ്പിംഗ് ഇതാണ് മാത്രം ഉള്ളതെങ്കിൽ ദർ ഈസ് നോ ചാർജ്, 0 ചാർജസ് ആണ്. ദാറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ. കാരണം എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഒരു കൺഫ്യൂഷനാണിത്, കറൻസി കൊണ്ടുപോകുന്നതാണോ ലാഭം, കാർഡ് കൊണ്ടുപോകുന്നതാണോ ലാഭം. ഒരു കാർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ വാലിഡിറ്റി എത്ര സമയമുണ്ട് ശരിക്കും? നോർമൽ കാർഡിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 5 years ആണ്. അപ്പോൾ നമുക്ക് 5 years ആകുന്നുവെങ്കിൽ നമുക്കത് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഗെയിൻ ഒരു 5 yearsന് കൂടി നമുക്ക് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ വൺസ് ഒരു കാർഡ് ഇഷ്യൂ ചെയ്ത് 5 വർഷത്തേക്ക് തന്നെ. 5 വർഷത്തേക്ക്. അപ്പോൾ ഒരാൾ ട്രാവൽ ചെയ്ത് പോയി, ഇപ്പോൾ ദുബായിൽ ആദ്യം ഒരു 2000 ദിറംസ് കൊണ്ടുപോയി തിരിച്ചു വന്നു. ഈ തിരിച്ചു വന്നിട്ട് ആ ദിറംസിൽ 1000 ആണ് യൂട്ടിലൈസ് ചെയ്തോളൂ, 1000 കറൻസി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുന്നതാണോ അതോ ഇവിടെ വന്ന് നമുക്കത് റിട്ടേൺ എടുത്ത് തരുമോ? അത് നമുക്കിത് റിട്ടേൺ എടുക്കണമെങ്കിൽ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് റീഫണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട്. ബട്ട് നമുക്കിത് വീണ്ടും മൾട്ടിപ്പിൾ ട്രാവൽ ഉണ്ടെങ്കിൽ നമുക്കത് ഈ 5 വർഷം വരെ വേണമെങ്കിൽ അത് ഹോൾഡ് ചെയ്യാം. എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് ചെയ്യാം. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നോ മോർ അതർ ചാർജസ് വരുന്നില്ല. നമുക്ക് വേറെ ഒരു ഹിഡൻ ചാർജും കാർഡിൽ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സപ്പോസ് ഈ കാർഡ് നമ്മുടെ യാത്രയുടെ എല്ലാം വെച്ച് ഏതെങ്കിലും രീതിയിൽ ലോസ് ആവുകയാണെങ്കിൽ, ഒരു ലോസ്റ്റ് വരികയാണ്, എന്ത് ചെയ്യേണ്ടി വരും നമുക്ക്? തീർച്ചയായിട്ടും അത് നമുക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാർഡ് എന്ന് പറയുന്നത് പാസ്വേഡ് ആൻഡ് ചിപ്പ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഈ ഒരു കാർഡ് തരുമ്പോൾ തന്നെ നമുക്കൊരു കിറ്റ് തരുന്നുണ്ട്. ആ കിറ്റിൽ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ട് നമുക്ക് വിളിക്കാൻ. ഏത് രാജ്യത്താണെങ്കിലും അതത് കൺട്രിയിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ഇപ്പോൾ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ തന്നെ പ്രൊവൈഡറെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിലവിലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ബാങ്കുകളുടെ അതേ കാർഡിന്റെ സിസ്റ്റം തന്നെയാണോ ഇതിനും ഫോളോ ചെയ്യുന്നത്? പിൻ നമ്പറൊക്കെ വെച്ചിട്ടാണ്? തീർച്ചയായിട്ടും സെയിം പാറ്റേൺ തന്നെയാണ്. 4 digit പിൻ നമ്പർ ആണ്. വേറെ വ്യത്യാസങ്ങളൊന്നും ഒരു വ്യത്യാസങ്ങളും വരുന്നത്. ഇപ്പോൾ പൊതുവെ സ്റ്റുഡൻസ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നും ഒത്തിരി സ്റ്റുഡൻസ് UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്യൻ അതർ കൺട്രീസിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവരുടെ കേസിൽ പൊതുവെ ഇപ്പോൾ കാനഡ എടുത്തു കഴിഞ്ഞാൽ അവർ 1 yearന്റെ ലീവിങ് കോസ്റ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്.
ഇപ്പോൾ അതർ കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ നോർമൽ രീതിയിൽ അവരുടെ ലിവിങ് കോസ്റ്റ് അവർ തന്നെ കീപ്പ് ചെയ്യുകയും കൊടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ പൊതുവെ സ്റ്റുഡൻസിൻ്റെ സ്റ്റഡി അബ്രോഡ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ കേസിൽ ഏതാണ് അങ്ങയുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി ഏതിലേക്കാണ്, കാർഡാണോ ക്യാഷാണോ പോകുന്നത്? ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു കാർഡിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറൻസി നമ്മൾ ഫിസിക്കലി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്ത് അവിടെ തീരുകയാണ്. ബട്ട് നമ്മൾ ട്രാവൽ കാർഡ് ക്യാരി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മേജറായിട്ടും സാർ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിനാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസേജ് വരുന്നത്. നമുക്ക് പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫണ്ട് റിക്വയർമെൻറ്റ് വന്നു എന്ന് സപ്പോസ് നമ്മൾ കരുതുക. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മുടെ ഡയറക്റ്റ് ബ്ലഡ് റിലേഷനുള്ള വ്യക്തികളുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ആ കാർഡിലേക്ക് റീലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ന് നിലവിലുണ്ട്. അതാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ബിഗ് അഡ്വാൻറ്റേജ് ആണ് ട്രാവൽ കാർഡ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതായത് പൊതുവെ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ സ്റ്റുഡൻസ് കാറ്റഗറി ആയിക്കോട്ടെ, ടൂർ കാറ്റഗറി ആയിക്കോട്ടെ, ഒഫീഷ്യൽ ആയിക്കോട്ടെ, പൊതുവെ കറൻസി വിനിമയം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ കാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ വളരെ സെക്യൂർഡ് ആണ്. ഈവൻ നമുക്ക് കാർഡ് നമ്മുടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പോലും നമ്മുടെ ക്യാഷ് എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ കേസിൽ അവർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ എന്നും നിത്യേനയുള്ള ജീവിതത്തിൽ അവർക്ക് യൂട്ടിലൈസേഷൻ വരുന്നതാണ്. അപ്പോൾ പല പാരൻസിനും പല സ്റ്റുഡൻസിനും ഇത് അവെയർ അല്ലാതെ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും നല്ല പ്രിഫറബിൾ ആയിട്ടുള്ളൊരു കാര്യം ട്രാവലേഴ്സ് കാർഡ് തന്നെയാണ്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മളൊരു പുതിയ കാലാവസ്ഥയിലേക്ക്, പുതിയൊരു കൾച്ചറിലേക്ക്, പുതിയൊരു സിറ്റുവേഷനിലേക്കാണ് ഈ കുട്ടികൾ പോകുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു എമർജൻസി നീഡ്, ഒരു ഫണ്ട് വന്നാൽ നമുക്ക് ഏറ്റവും ഗുണപ്രദമായി ഇൻസ്റ്റൻ്റ്ലി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഈ ഫണ്ട് അവർക്ക് അവിടെ ഏത് കൺസേൺ കൺട്രിയാണ് എത്തിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ട്രാവൽ കാർഡിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അത് തന്നെയല്ലേ? തീർച്ചയായിട്ടും സർ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകിച്ച് ട്രാവൽ കാർഡിനെ പറ്റിയിട്ട് നമ്മുടെ പല പാസഞ്ചേഴ്സിനും ഒത്തിരി കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒസാക്ക ഗ്രൂപ്പിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി മിസ്റ്റർ പ്രസൂൺ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റാണ് നമുക്കിന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഭാവിയിലുള്ള യാത്രകളിൽ നമുക്ക് വളരെ ഗുണപ്രദമാകും. അതുപോലെ തന്നെ എന്ത് ആവശ്യത്തിനും 24 hours ഈ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ സർവീസിന് റെഡി ആയിട്ടാണ് പ്രസൂണിൻ്റെ ടീം അംഗങ്ങൾ എടുക്കുന്നത്. ഇനി ഫ്യൂച്ചറിലാണെങ്കിലും എനി ടൈപ്പ് ഓഫ് റിക്വയർമെൻറ്റ്സ്, എനി ടൈപ്പ് ഓഫ് കൺഫ്യൂഷൻ, ഡൗട്ട്, എനി ടൈം യു കോൾ ടു പ്രസൂൺ. എന്തായാലും പ്രസൂൺ ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിശദീകരണം തന്നതിന് വളരെ അങ്ങേയറ്റം സന്തോഷം. നന്ദി. താങ്ക് യു സർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.